ഉന്നിച്ചോ മിനസാൻ മിസ്റ്റ് മൈറ്റ് മഹയത്തിന്റെ സീസൺ 1 എപ്പിസോഡ് 9 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മിസ്റ്റ് മൈറ്റ് മഹയം നന്നായിട്ട് എല്ലാവർക്കും ബോധിച്ചിട്ടുണ്ടല്ലേ. ഒരു ദിവസം ഒന്ന് വീഡിയോ ഇടാൻ വൈകിയതിൽ എത്ര പേരാണ് എനിക്ക് മെസ്സേജ് എന്നറിയാവോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീരീസ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നു, അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു 1.5K ലൈക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. പറ്റുന്നവരെല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കുറേ കൂട്ടുകാർ ഇപ്പോഴും കാണുന്നുണ്ട്, അവരെല്ലാവരും കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വലിയൊരു സപ്പോർട്ടായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ജിയോ അങ്ങോട്ട് അവിടെ ഇരുന്ന് അവൻ്റെ ക്യൂ ഒക്കെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്നാണ് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് അവിടേക്ക് കടന്നു വന്നത്. അവളെ കണ്ടപ്പോൾ തന്നെ ഡിമോണിക് മോങ്ക് അവളെ നോക്കി ബോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത്. അല്ലേ, ഇത് നോക്കണേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ആ മൗണ്ടൻ പിയേഴ്സിംഗ് ഷീൽഡ് ബീസിന്റെ കയ്യിൽ നിന്ന് ഇത്രയധികം ക്യൂ അബ്സോർവ് ചെയ്തെന്ന്. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. അവൻ അവൻ്റെ ഡെത്ത് ക്യൂ യൂസ് ചെയ്ത് ഒരു എനർജി കോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. മേ ബി ചിലപ്പോൾ അത് ആക്ച്വലി പോസിബിൾ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവളാട്ടെ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവനെ കാണാൻ അത്ര മോശമൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ നേരെ കണ്ണ് തുറന്നത്. അല്ല, നീ എന്ത് ചെയ്യുവാണ്? ഞാനൊന്നും ചെയ്യുവല്ല എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. ഓ ശരിക്കും, ഇവൻ, നീ വെറുതെ ആവശ്യമില്ലാത്തതും ചിന്തിച്ചു കൂട്ടിയൊന്നും വേണ്ട. നീ മര്യാദക്കിട്ട് നിന്റെ ക്യൂ സർക്കുലേറ്റ് ചെയ്യാണ്ട് നോക്കിയേ. ഏത് നേരത്താണ് ആ ബെറ്റ് വെക്കാനായിട്ട് തോന്നിയത്? ആ നാശം, ആ ഒരു മന്ത്രവാദി, ആ പെണ്ണ് കാരണമാണ്. അല്ല, പറഞ്ഞതുപോലെ എനിക്കൊരു കാര്യം ചെക്ക് ചെയ്യണമെന്നുണ്ട്. എന്ത്? അല്ല, ഈ ഒരു എനർജി കോറിലെ അത് ഒന്ന് ചെക്ക് ചെയ്തേ, അതാണെന്ന്. അത് കൊള്ളാം, ഒരു ദിവസം പോലും എത്തിയില്ല. അതിനു മുമ്പ് നീ ഒരു എനർജി കോർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നോ? നീ കുറച്ചൊന്നും കഷ്ടപ്പെട്, എങ്കിലേ അതൊക്കെ. അല്ല, അത് നമ്മുടെ ബെല്ലി ബട്ടന്റെ താഴത്ത് കളക്ട് ചെയ്യുന്ന ആ ഒരു എനർജി. പെട്ടെന്ന് അവൾ ഞെട്ടി. എന്നിട്ട് അവൻ ചോദിക്കുകയും ചെയ്യും, അല്ല, ഈ കാണുന്നതിനെയാണോ ഈ ഒരു എനർജി കുറന്ന്? ആ സമയത്ത് അത്ഭുതത്തോടെ അവളത് നോക്കിക്കൊണ്ട് നിന്നു. അല്ല, ഞാനും നോക്കിക്കോട്ടെ, തീർച്ചയായിട്ടും. പക്ഷെ നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ എൻ്റെ എനർജി നിന്റെ എനർജി കോറിലേക്ക് പാസ് ചെയ്യാൻ പോകുവാണ്, എൻ്റെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത്. ഇത് കുറച്ച് റഫായിരിക്കും, അതുകൊണ്ട്. പക്ഷെ പെട്ടെന്നാണ് അവളുടെ കൈ അവിടെ മുട്ടിയത്. അവൾ വീണ്ടും വീണ്ടും മുട്ടിച്ചു നോക്കി. അല്ല, നീ എന്താണ് ചെയ്യുന്നത്? അല്ല, എൻ്റെ കൈ നിന്റെ ശരീരത്തിൻ്റെ അകത്തൂടെ കയറുന്നില്ല. അതെന്താ? അല്ല, എനിക്കറിഞ്ഞൂടാ. മോങ്ക്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. മോങ്കും അവനെ തൊടുന്നുണ്ട്, പക്ഷെ മോങ്കിനും അവനെ തൊടാൻ കഴിയുന്നുണ്ട്. അല്ല, ഇതെന്താണ്? മേ ബി ഞാൻ അവൻ്റെ ഫെമിലിയർ സ്പിരിറ്റ് ആയതുകൊണ്ടാണോ? ഈ സമയത്താണ് നമ്മുടെ ഗാഡ് ഗോച്ചാൻ അവിടെ കിടന്നുറങ്ങുന്നത് അവൾ കണ്ടത്. അടുത്ത സെക്കൻഡ് അവൻ്റെ കോറിലേക്ക് അവളൊന്ന് തൊട്ട് നോക്കിയപ്പോഴും പിന്നെ കാണുന്നത് വേദന കൊണ്ട് അവൻ ഉച്ചത്തിൽ കിടന്ന് അലർന്നാണ്. ഓ, ഇവൻ ശരിക്കും ഡ്രമാറ്റിക് ആണല്ലോ. അതേസമയം അവൻ്റെ ബോധവും നഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും അത് എൻ്റെ പ്രശ്നമൊന്നുമല്ല. പക്ഷേ അല്ല, ഇത് ചെക്ക് ചെയ്യാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലേ? ചെക്ക് ചെയ്യാനോ? അതിനൊരു മാർഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ജിയോങ്ങും ഡിമോണിക് മോങ്ങും അത് സെൻസ് ചെയ്തത്. അവർ നേരെ പുറത്തേക്ക് നോക്കി. യങ് മാസ്റ്റർ, താങ്കൾ ഉറങ്ങിയോ? ഇത് ഞാനാണ്, സാങ് വുങ് ബേക്ക്, ദി ഔട്ടർ ഹാൾ മാസ്റ്റർ. ഔട്ടർ ഹാൾ മാസ്റ്ററോ? അതേ എന്തിനാണ് ഈ സമയത്ത് എന്നെ കാണാനായിട്ട്? സാങ് വുങ് ബേക്ക്, ദി ഔട്ടർ ഹാൾ മാസ്റ്റർ. അദ്ദേഹം വൺ ഓഫ് ദി മോസ്റ്റ് ലോയലുള്ള സബോർഡിനേറ്റ് ആണ് ഈ മോങ്ക് സോട്ട് മാനറിലെ. 2 ജനറേഷനായിട്ട് അവർ ഇവരുടെ കൂടെ തന്നെയുണ്ട്. അതേപോലെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത ആളായിരിക്കും ഇനി വരാൻ പോകുന്ന പെട്രേച്ച് എന്നും എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് ലേഡീസിലേക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സൂക്ഷിച്ച് നിൽക്കത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മാനറിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഉള്ള ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ് നമ്മുടെ ഔട്ടർ ഹാൾ മാസ്റ്റർ. താങ്കൾ എഴുന്നേറ്റിരിക്കുവാണോ? ഔട്ടർ ഹാൾ മാസ്റ്റർ, എന്ത് സംഭവിച്ചു? അല്ല, ആദ്യം എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഔട്ടർ ഹാൾ മാർഷൽ ആർട്ടിസ്റ്റ് എല്ലാവരും ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് താങ്കളെ പ്രൊട്ടക്ട് ചെയ്തിട്ട്. അതിൻ്റെ കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കംപ്ലീറ്റ്ലി ഫൈനാണ്. ഈ സമയത്ത് അവനൊന്നും കുറച്ചു നേരത്തേക്ക് മിണ്ടത്തില്ല. എന്നിട്ട് പെട്ടെന്ന് അവൻ്റെ കൈ അവൻ്റെ മുഖത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവനോടെ നിന്ന്. ആ സമയത്ത് ജിയോങ്ങിന് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായില്ല. അടുത്ത സെക്കൻഡ് അവൻ്റെ തോളത്ത് തട്ടിയിട്ട് പറയുകയും ചെയ്യും, അല്ലേ, ഞാൻ എന്ത് പറയാനാണ്, താങ്കളൊക്കെ അല്ലേ അത് തന്നെ ആരാണെന്ന് പറഞ്ഞ് അവൻ്റെ കൈ തട്ടുകയും ചെയ്യും. അല്ല, പറഞ്ഞതുപോലെ ഞാൻ നിനക്കെന്ന ഒരു ഡാഗറല്ലേ? അതെന്തേ ഡാഗറോ? ആ, മാൻഡം മാസ്റ്ററിന് പ്രശ്നം വന്നപ്പോൾ ഞാൻ നിനക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടി തന്നില്ലേ? അതെന്തേ? അത് നിനക്ക് മാത്രമല്ല, ഞാൻ ബാക്കിയുള്ള യങ് മാസ്റ്റേഴ്സിനും കൊടുത്തിരുന്നു. എന്തുപറ്റി? നഷ്ടപ്പെട്ടു പോയോ? നഷ്ടപ്പെട്ടൊന്നുമില്ല. അതിൻ്റെ ക്ലോസിൻ്റെ ആ ഒരു ഡ്രോയറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഓ, അതെന്തായാലും നന്നായി. ഞാനോർത്ത് നിന്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്നാണ്. ഈ സമയത്ത് അവർ രണ്ടുപേരും അത് കേട്ട് ചിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ജിയോങ് പറയുന്നത്, അല്ല, ഒരു കാര്യമുണ്ടേ യങ് മാസ്റ്റർ, എന്തുപറ്റി പറ. ഞാൻ എത്ര അങ്ങോട്ട് ആലോചിച്ചിട്ടും താങ്കളെ ഡാഗർ എനിക്ക് തന്നത് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല.
അതിന് ഞാൻ നിനക്ക് ഡാഗർ തന്നിട്ട് വേണ്ടേ ഓർക്കാനായിട്ട്. അടുത്ത സെക്കൻഡിലാണ് അവൻ ചാടി ജിയോങ്ങിനോട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പോയത്. അവനട്ടെ അത് ഡോഡ് ചെയ്ത് മാറി. ഈ സമയത്ത് അദ്ദേഹം പറയുകയും ചെയ്യും, നിനക്ക് 2 തെറ്റുകളാണ് പറ്റിയത്. പെട്ടെന്നായിരുന്നു ജിയോങ്ങിന്റെ ശരീരത്തേക്ക് മെറിഡിയൻ പോയിന്റ്സ് യൂസ് ചെയ്ത് അവന്റെ ക്യൂ ഒക്കെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയും ചെയ്യും, ആദ്യം തേർഡ് യങ് മാസ്റ്റർ എപ്പോഴും അരഗന്റ് ആയിരിക്കും, അവന്റെ സബോർഡിനേറ്റ്സ് എങ്ങനെ ആക്ട് ചെയ്താലും കൊള്ളാം. രണ്ടാമത്തത് ഫോർത്ത് യങ് മാസ്റ്റർ അദ്ദേഹത്തിനെ നന്നായിട്ട് പിടിച്ച് പെരുമാറിയതിനു ശേഷം ചുമ്മാ കൈയൊന്ന് ഉയർത്തിയാൽ തന്നെ അദ്ദേഹം കണ്ണടക്കാറുണ്ട് പേടിച്ചിട്ട്. പക്ഷേ നീ ആ 2 കാര്യത്തിലും അങ്ങനെയല്ലായിരുന്നു. ആദ്യം നീ ടോളറേറ്റും ചെയ്തു, രണ്ടാമതാ നീ ഒന്ന് അനങ്ങിയത് പോലുമില്ല. അതിലുപരി നിന്റെ മെറിഡിയൻ ഞാൻ കംപ്ലീറ്റ്ലി സീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ സത്യം പറയുന്നതാണ് നല്ലത്. യഥാർത്ഥ യങ് മാസ്റ്റർ അദ്ദേഹമെന്തേ? ഈ സമയത്ത് ജിയോങ് ബാക്കിലേക്ക് തെറിച്ച് പോവുകയായിരുന്നു. എന്നാൽ അവനട്ടെ ഒന്ന് ചിരിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് കാലുകുത്തി അവൻ നേരെ അവിടെ നിന്നു. അല്ല ഇത് ഈ സമയത്താണ് അവനവിടെ അങ്ങനെ നിന്നത്. ബ്ലൂ സ്പിരിറ്റ് പെട്ടെന്ന് ഒരു കൈ അവിടേക്ക് വന്ന് നമ്മുടെ ഔട്ടർ ഹാൾ മോസ്റ്റന്റെ നെഞ്ചത്തേക്ക് കയറി. എൻ്റെ ഹൃദയം, നിനക്ക് മരിക്കാൻ അത്രയ്ക്ക് ആഗ്രഹമാണോ? ബ്ലൂ സ്പിരിറ്റ്, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നീ കംപ്ലീറ്റ്ലി സ്കിൽഫുൾ ആണ്. എനിക്കിപ്പോഴല്ലേ മനസ്സിലായത്. ഈ ലൈഫ് ക്യൂയും ഡെത്ത് ക്യൂയും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് എൻഡിലാണ്. അത് എങ്ങനെ നോക്കിയാലും ഈ ലൈഫ് ക്യൂയുടെ മെറിഡിയൻ സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ നിന്റെ മെത്ത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ആ മെറിഡിയൻ നാച്ചുറലി സ്കാറ്ററായി പോകത്തേ ഉള്ളൂ. മോർട്ടൽ, ഒരു കാര്യം ഉറപ്പാണ്, നീ ഡെഫിനറ്റ്ലി ഒരു എനർജി കോർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലുപരി ഒരു ബോഡിനെ റെസിസ്റ്റ് ചെയ്യുന്ന അക്യുപഞ്ചർ പോയിന്റ്സ് ഒക്കെ നിന്റെ ബോഡിക്ക് ഒരു മാറ്റവും കൊണ്ടുവരുന്നില്ല. അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അല്ല, നീ ആ ഒരു എനർജി കോഡ് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ നിന്റെ സീക്രട്ട് ഇവിടെ പൊളിഞ്ഞില്ലേ? ഇനി നീ എന്ത് ചെയ്യും? നിനക്കിവിടെ അധിക നാളൊന്നും അല്ലെങ്കിലും അധികം നാളൊന്നും ഞാനിവിടെ നിൽക്കാൻ. പക്ഷേ പെട്ടെന്നാണ് അവനൊന്ന് ചിരിച്ചത്. ഡിമോണിക് മഗ്, ഒരു കാര്യം ചെയ്, അവനങ്ങോട്ട് പൊസസ് ചെയ്തേക്കേ. എടാ, നീ ബേസിക്കലി ഒരു ഡീമൺ തന്നെയാണെന്ന് ബ്ലൂ സ്പിരിറ്റ് പറയും. ഇതേ സമയം ഔട്ടർ ഹാൾ മാസ്റ്ററിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇവൻ ആരോടാണ് സംസാരിക്കുന്നത്? പൊസസ് ചെയ്യുന്നോ ഇവൻ? പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ അട്ടിമുടി ഒന്ന് വേദനിക്കാൻ തുടങ്ങി. അല്ല, ഇതെന്താണ് എൻ്റെ മുമ്പിലുള്ളത്? ഈ തേർഡ് മാസ്റ്റർ തന്നെയാണ്. പക്ഷേ അവൻ അത് റെസിസ്റ്റ് ചെയ്തു. അതിലുപരി എന്തോന്നെൻ്റെ ഹൃദയത്തിൽ പിടിച്ചിരിക്കുന്ന പോലെ എനിക്ക് റെസിസ്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ. ഞാൻ ഒരിക്കലും തലയിടാൻ പാടില്ലാത്ത എന്തോന്നിലേക്കാണ് തല വെച്ചിട്ടുള്ളത്. നീ ആരാണ്? അത് മാത്രം ഒന്ന് പറയുന്നിടത്ത് ഡീമോണിക് മോങ്ക് അവനെ പൊതിഞ്ഞ് കെട്ടിയിരുന്നു. ഞാനാണ് മോക്ക് സോട്ട് മാനറിലെ 3ാമത്തെ പുത്രൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഗാഡ് ഗോച്ചാൻ പറയും ചെയ്യും, ഇവിടെ എന്തൊരു പ്രശ്നമുണ്ട്. ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ബെഡ് ആകെപ്പാട് നാശമായി കിടക്കുന്നു. അതിലുപരി ഔട്ടർ ഹാൾ ഗാർഡ്സ് എല്ലാവരും തന്നെ പൊളൈറ്റായിട്ട്, ലൈക്ക് ഇവർ ഇന്നലെ വരെ ഞങ്ങൾ കണ്ടിരുന്ന ക്രിമിനൽസ് ആയിട്ടാണ്. പക്ഷെ ഇപ്പോൾ പൊളൈറ്റായിട്ടൊക്കെ വെൽക്കം യങ് മാസ്റ്റർ താങ്കളെ കാത്തിരിക്കുന്നു. അല്ല, ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? എനിക്കൊന്നും തന്നെ. ആ സമയത്താണ് ആ ഡോർ അവൻ തുറക്കുന്നത്. പക്ഷെ ഗാർഡ് കോച്ചാൻ അത് കണ്ട് ഞെട്ടിത്തെറിച്ചു പോയി. നീ ഇവിടേക്ക് എത്തിയോ? അല്ല, ഇത് ഔട്ടർ ഹാൾ മാസ്റ്റർ, നിനക്ക് പോകാം. ഞാനിതാ പോകുന്നു. എന്നിട്ട് പോകുന്ന വഴി ഗാർഡ് ഗോച്ചാനെ അവൻ ബോ ചെയ്തിട്ട് പോയി. എന്താണ് സംഭവിച്ചെന്ന് അവനൊരു പിടുത്തമില്ലായിരുന്നു. നീ വന്നത് കറക്റ്റ് സമയത്ത് തന്നെ. വാ, ഞാൻ ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഈ യങ് മാസ്റ്റർ, ഇപ്പൊ എന്താണ് സംഭവിച്ചത്? അത് ഔട്ടർ ഹാൾ മാസ്റ്റർ അല്ലേ? അതൊക്കെ പിന്നെ സംസാരിക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പറഞ്ഞോളൂ, എന്താണ്? നിനക്കെന്നെ മോങ്ക് സോട്ട് മാനറിലെ മാർഷൽ ആർട്ടിസ്റ്റിന്റെ ബേസിക്സ് പഠിപ്പിച്ചു തരാൻ കഴിയുമോ? എന്ത്? പിന്നെ കാണിക്കുന്നത് കുറച്ച് മുമ്പത്തെ കാര്യമാണ്. അവനവന്റെ കാലുറപ്പിച്ചു വെച്ച് അതൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇത് ശരിക്കും സ്ട്രേഞ്ച് ആണ്. ഞാൻ ആ സീക്രട്ട് മാനുവലിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും എൻ്റെ മൂവ്മെന്റ്സ് ഒന്നും തന്നെ കണക്റ്റ് ആകുന്നില്ല. അതൊന്നും തന്നെ കാര്യം പറ്റുന്നില്ല. അത് അഡ്വാൻസ്ഡ് ആണ്. നീ ഇപ്പോൾ ചെയ്യുന്ന മാർഷൽ ആർട്ട് എന്ന് പറയുന്നത് അഡ്വാൻസ് ഉള്ള ലെവലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. സോ ചുരുക്കം പറഞ്ഞാൽ നിനക്കതിപ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. അല്ല, അഡ്വാൻസ് ആണെങ്കിൽ ഇതെനിക്ക് നല്ലതല്ലേ? എടാ, നീ വിട്ടിയാണോ? ഈ മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ്ലി നിനക്ക് ഒരു പടി ചാടി അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റത്തില്ല. നിനക്ക് ബേസിക് ഉള്ള മാർഷൽ ആർട്സിന്റെ ഒരു വിവരം വേണം. എങ്കിൽ മാത്രമേ നിനക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഈ പഠിക്കുന്ന ആദ്യത്തെ ബേസിക് ഉള്ള സ്റ്റെപ്സ് ഇല്ലേ, അതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പാത കാണിച്ചു തരുന്നതാണ്. അതിനുശേഷം അതിനകത്ത് അനാവശ്യമായ എല്ലാ സ്റ്റെപ്സും മാറ്റിക്കൊണ്ട്
നമ്മൾ പുതിയ പുതിയ രീതിയിലേക്ക് ചെല്ലും. അങ്ങനെ നമുക്ക് പുതിയ പുതിയ രീതിയിലേക്ക് നമ്മുടെ മാർഷൽ ആർട്സിനെ എത്തിക്കാൻ സാധിക്കും. ചുരുക്കം പറയാനാണെങ്കിൽ നിനക്ക് ഈ ബേസിക് ഉള്ള മെത്തേഡ് അറിഞ്ഞുകൂടെങ്കിൽ ഈ അഡ്വാൻസ് ഉള്ള മെത്തേഡ് കൊണ്ട് ഒരു ഉപയോഗവുമില്ല. എന്തായാലും കണ്ടിട്ട് എനിക്ക് ബേസിക് ഉള്ള മാർഷൽ ആർട്സ് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഇവിടുത്തെ സീക്രട്ട് ഉള്ള ടെക്നിക് താങ്കൾക്ക് പഠിക്കണമെന്നോ? താങ്കൾ മാനർ മാസ്റ്റർ ഒന്നും ആകാൻ പോകുമല്ലോ. പിന്നെ അതല്ല എൻ്റെ പണി. അല്ല പിന്നെ എന്തിനാണ്? എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ യൂസ്ഫുള്ളോ? അത് ശരിക്കും അമേസിംഗ് ഉള്ള ടെക്നിക്കാണ്. ഈവൻ എല്ലാം മുറിമിൽ തന്നെ ഫേമസ് ആണ് ശരിക്കും. അതെ, പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താങ്കൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ അത് പേടിക്കുന്ന വേണ്ട, ഞാനത് ഒളിപ്പിച്ചു വെച്ചോളാം. ഓ പക്ഷേ എങ്കിലും എനിക്ക് താങ്കളത് പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. അല്ല അതെന്താണ് കാര്യം? എനിക്കത് അറിഞ്ഞുകൂടാ. ഈ മോക്ക് സോഡ് മാനറിലെ ആ ഒരു മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഞങ്ങളുടേത് മാത്രമല്ല. ഈ ബേസിക് ടെക്നിക്സ് എന്ന് പറയുന്നത് ദി 9 മോക്ക് ടെക്നിക്കാണ് ആൻഡ് ഏർലി മോക്ക് സോഡ് ടെക്നിക്കുമാണ്. ഇത് രണ്ടും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ ഹൗസ് ഹോൾഡിൽ നിന്ന് മാത്രമാണ്. ചുരുക്കം പറഞ്ഞാൽ അവരുടെ സർനെയിമായിട്ട് മോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് പഠിക്കാൻ സാധിക്കത്തുള്ളൂ. അതിലുപരി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ബ്ലഡ് ലൈനിലുള്ള ആൾക്കാർക്ക് മാത്രമേ. അപ്പോൾ ഇതിനെ പഠിപ്പിച്ചു തരാൻ കെൽപ്പുള്ള ആൾക്കാരെന്ന് പറയുന്നത് അതെ മാനർ മാസ്റ്ററും പിന്നെ ബാക്കിയുള്ള യങ് മാസ്റ്റേഴ്സും. ഓ അങ്ങനെ അവർക്ക് മാത്രമേ അവർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊട്ടും നല്ലതല്ല. കാര്യം ബാക്കിയുള്ള എല്ലാവരെയും അദ്ദേഹം ശത്രുക്കളാക്കി വെച്ചിരിക്കുവാണ്. അദ്ദേഹം എങ്ങനെ ഇത് അപ്പോൾ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എന്നിട്ട് അവൻ നേരെ എഴുന്നേറ്റു. വാ നമുക്ക് പോകാം. പോകാനോ? എവിടേക്ക്? ആരെങ്കിലും എന്നെ ഇത് പഠിപ്പിച്ചു തരുമല്ലോ. യങ് മാസ്റ്റർ, പക്ഷെ ഇങ്ങനെ താങ്കൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും താങ്കളെ സംശയിക്കും. അത് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. പക്ഷേ അല്ല, നമ്മൾ ആരുടെ അടുത്തേക്കാണ് പോകാൻ പോകുന്നത്? എന്നാൽ ആ ആളെ കണ്ടപ്പോൾ അവൻ്റെ കീഴിൽ തന്നെ പോയി. ഇതൊട്ടും നല്ലതല്ല. കാര്യം അത് ദ യങ്ങസ്റ്റിൻ്റെ നേരെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അവനവൻ്റെ മാർഷൽ ആർട്സ് ഒക്കെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൂരത്തുനിന്ന് ഇവർ രണ്ടുപേരും അവിടേക്ക് നടന്നു ചെന്നു. വെയിറ്റ്, ഞാൻ പറയുന്ന ആ ഒരു ഇൻസിഡൻറ്റ് അത് ശരിക്കും മോശമായിരുന്നു. എടാ എനിക്കറിയാം, റിയൽ തേർഡ് യങ് മാസ്റ്റർ അല്ലേ? അവൻ്റെ അമ്മേനെ എന്താണ്ട് പറഞ്ഞ് നല്ല ഇടിമേടിച്ച് കൂട്ടി. അയ്യോ, ഞാൻ അതല്ല പറയുന്നത്. താങ്കളിപ്പോൾ അവിടേക്ക് ചെന്നാൽ അത് തന്നെയായിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം. അന്നത്തെ ദിവസം എനിക്ക് ഇന്നൊരു ദുസ്വപ്നം പോലെയാണ് ഞാൻ കാണുന്നത്. തേർഡ് മാസ്റ്ററിൻ്റെ ഒരു കാല്, അതുമാത്രമല്ല 4 റിബ്സ്, മൾട്ടിപ്പിളുള്ള ബോൺസ്, ഇതെല്ലാം തന്നെ അവൻ ഇടിച്ചൊടിച്ചു. അതിലുപരി അവൻ്റെ കരച്ചിൽ അത് ശരിക്കും സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ യങ് മാസ്റ്ററിനെ അവൻ നശിപ്പിച്ചാണ് വിട്ടത്. ആൻഡ് അതിലെല്ലാം ഉപരി അവനിപ്പോൾ പീക്ക് റലത്തിലെത്തിയ ഒരു മോൺസ്റ്ററാണ്. അതും വെറും 16 വയസ്സുള്ളപ്പോൾ. അവൻ ശരിക്കും യൂസ്ഫുൾ ആണെന്ന് പെട്ടെന്ന് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് പറയും. അല്ല നിനക്കത് മനസ്സിലാകുന്നുണ്ടോ? പിന്നല്ലാതെ അവൻ്റെ ഈ പ്രായത്തിൽ ഇത്രയും ഓറയെന്ന് പറയുന്നത് അതൊട്ടും നിസ്സാരമായ കാര്യമല്ല. അവനെയാണ് ശരിക്കും ഒരു ജീനിയസ് എന്ന് വിളിക്കുന്നത്. എനിക്കിപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനെ ഞാൻ എൻ്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുത്തെന്നാം. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. രാവിലെയാണ്, സൂര്യനുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ ഫുൾ പവർ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് അവനൊന്നും മിണ്ടാതെ നേരെ മുന്നിലേക്ക് നടന്നു. യങ് മാസ്റ്റർ ഇത് വിടുന്നതാണ്. അയ്യോ പോയോ? ഈ സമയത്ത് അവനോടെ നിന്ന് ട്രെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. നടന്നു വന്ന സൗണ്ട് കേട്ടാണ് അവനത് നോക്കിയത്. കണ്ടപ്പോൾ തന്നെ അവന് ദേഷ്യം നന്നായിട്ട് കൂടി. ഹായ്, എന്തേ ഇവന് പേടിയില്ലേ? നീ മര്യാദക്ക് എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നീ വീണ്ടും. പക്ഷെ പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. നിന്റെ കയ്യിൽ എന്താന്ന് പറഞ്ഞുകൊണ്ട് അവനത് നോക്കും. എന്തേ നിനക്കിത് വേണോ? അത് ഒറിജിനലാണോ ഫേക്ക് ആണെന്ന് ഞാൻ എങ്ങനെ അറിയും? എങ്കിൽ നീ തന്നെ നോക്കെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് അത് എറിഞ്ഞു കൊടുത്തു. അത് നേരെ പിടിച്ചിട്ട് വായിച്ചു നോക്കിയവൻ ഞെട്ടിത്തെറിച്ചു പോയി. ആ പേജ് മറിച്ച് നോക്കി. യെസ്, ഇത് ഡെഫിനറ്റ്ലി ഒറിജിനൽ തന്നെയാണ്. ആ ഒരു മാർഷൽ ആർട്സിലേക്ക് പോകേണ്ട ആ ഒരു പ്രിൻസിപ്പിൾ ക്ലിയർ ആയിട്ട് തന്നെ. അതിലുപരി ഇത് മാനർ മാസ്റ്ററിന്റെ സീക്രട്ട്. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത്. ആ പേജ് കീറിക്കിടക്കുകയാണ്. അല്ല ഈ പേജൊക്കെ എന്താണ്? ആ സമയത്ത് അവൻ്റെ തലയിലേക്ക് തൊട്ട് നോക്കിയിട്ട് പറയുകയും ചെയ്യും, അതെല്ലാം ഇവിടെയുണ്ട്. നാശം, ഈ നാറി, നിനക്ക് ഇതെവിടെ നിന്നാണ് കിട്ടിയത്? അതാണ് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ്. അതിലും ഇമ്പോർട്ടൻ്റ് ഉള്ള മറ്റൊരു കാര്യമില്ലേ? എങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനായിരിക്കും അടുത്ത മാനേജർ മാസ്റ്റർ. നീ എങ്ങാനും അതിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു കാര്യം പറഞ്ഞാൽ, അതുകൊണ്ട് ഇപ്പം തന്നെ എൻ്റെ മുന്നിൽ നിന്ന് പോന്ന് പറഞ്ഞ് അവനെ ബുക്ക് അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തു. നിനക്കിവിടെ ഒരു തെറ്റിദ്ധാരണ പറ്റിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് വന്നത് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടാണ്. എനിക്കിവിടുത്തെ മാനർ മാസ്റ്റർ ആകണമെന്ന് ഒരു ആഗ്രഹവുമില്ല. എന്ത്? അങ്ങനെയാണല്ലേ? അപ്പോൾ നിനക്കിവിടുത്തെ മാനർ മാസ്റ്റർ ആകണ്ട. നിനക്കെന്താ വിശ്വാസമില്ലെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു കൈ വന്ന് അവൻ്റെ മുഖത്ത് നോക്കി ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അവൻ തെറിച്ച് പോകുന്നുണ്ട്. യങ് മാസ്റ്റർ! ഈ സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഓറ റിലീസ് ആവുന്നുണ്ട്.
നീ എന്താടാ വിചാരിച്ചത്? നീ പറയുന്ന ഒരു വാക്കുപോലും ഞാൻ വിശ്വസിക്കത്തില്ല. 2 വർഷത്തിന് മുമ്പ് സംഭവിച്ച എന്താന്ന് നീ മറന്നു പോയോടോ? മറന്നു പോയെങ്കിൽ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. അതിലുപരി നീ ഇനി അതൊരിക്കലും മറക്കത്തുമില്ല. പീക്ക് പീക്കറിയില്ല അല്ലേ? ഇവൻ ശരിക്കും ഡിഫറൻ്റ് ആണ്. ശരിക്കും ഡിഫറൻറ്റ്. ആ ഒരു ഡാർക്ക് സോളുള്ള ആ ഒരു മനുഷ്യനെ വെച്ച് നോക്കുന്നിടത്ത് ഇവൻ ശരിക്കും ഡിഫറൻ്റ് ആണ്. എങ്കിലും എക്സ്പേർട്ടുള്ള പല മാർഷൽ ആർട്ടിസ്റ്റിനെയും ഞാൻ കണ്ടു. ഗാഡ് കാമിനെ പോലെ. അതിലുപരി വെറുതെല്ല ഗാഡ് ഗോച്ചാൻ ഇവനെപ്പറ്റി ഇത്ര വ്യക്തമായി തന്നെ. ഇവൻ ശരിക്കും ഒരു മോൺസ്റ്ററാണ്. എൻ്റെ ലെഗ് കൊണ്ട് മാത്രം എനിക്കിവിടെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എൻ്റെ റിയാക്ഷൻ ടൈം അത് ശരിക്കും സ്ലോ ആയിരുന്നു അവൻ്റെ സ്പീഡ് വെച്ച് കമ്പയർ ചെയ്യാനെന്നടുത്ത്. സോ മാർഷൽ ആർട്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കും ഇത്ര സ്ട്രോങ്ങർ ആകാൻ. അതിലുപരി അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അപ്പൂപ്പനെ അവഞ്ച് ചെയ്യാനായിട്ട്. നിന്റെ പഞ്ച് എന്തായാലും കൊള്ളാം. പഞ്ച് കൊള്ളാമെന്നോ? എന്തേ നിനക്ക് കുറച്ചുകൂടെ വേണോ? വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാൻ. എനിക്കറിയാം നീ നാച്ചുറലി എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന്. പെട്ടെന്ന് അവൻ്റെ കോളറിൽ കയറി അവൻ പിടിച്ചു. പിന്നല്ലാതെ നിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും ഞാൻ വിശ്വസിക്കത്തില്ല. ഹോ, എനിക്കത് ശരിക്കും ഒരു നാണക്കേടാണ്. കാര്യം ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ഒരു സീക്രട്ടുള്ള മാനുവൽ ഒന്നെങ്കിൽ ലേഡി സിയക്കിനോ അല്ലെങ്കിൽ സെക്കൻഡ് ബ്രദറിനോ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവനൊന്ന് സ്റ്റക്കായി. അല്ലെങ്കിൽ മോക്ക് യോൻ ഹുവിന് കൊടുക്കുന്നതിനെക്കാട്ടും മോക്ക് ഇപ്പിയോങ്ങിന് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അവനാകുമ്പോൾ കുറച്ചുകൂടെ നല്ല. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം എന്തായി മാറും? ഈ സമയത്ത് അവനൊന്നും പറയാനില്ലായിരുന്നു. പക്ഷേ നീയല്ലേ നമ്മുടെ മാനർ മാസ്റ്ററിന്റെ ഏറ്റവും ബിലവഡായുള്ള ആ ഒരു കാൻഡിഡേറ്റും. നീ എന്താടാ എന്നെ ത്രട്ടൻ ചെയ്യുവാണോ? അതുകൊള്ളാം. നിന്റെ ജീവൻ തന്നെ ഇവിടെ തൂങ്ങിക്കിടക്കുവാണ്. എന്നിട്ട് നിനക്ക് വേറൊരു ത്രട്ടനായിട്ടാണ് തോന്നിയത്. അതവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അടുത്ത സെക്കൻഡിൽ ആ കൈ അവൻ വിട്ടു. നീ നീ ആരാണ്? നീ ശരിക്കും യഥാർത്ഥ മോക്ക് യോങ് വൂണാണോ? അത് കേട്ടപ്പോൾ തന്നെ ഗാഡ് ഗോച്ചാൻ ശരിക്കും ഞെട്ടി. ആ സമയത്ത് അവൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. അല്ലാതെ പിന്നെ ഞാൻ മറ്റാരാണ്? ഏ പക്ഷേ നിന്റെ പറച്ചിൽ കേട്ടത്തൊന്നും നിനക്കെന്നെ വ്യക്തമായി തന്നെ അറിയാമെന്ന്. പിന്നല്ലാതെ എനിക്ക് നിന്നെ അറിയാലോ. 2 വർഷത്തിന് മുമ്പ് പട്ടീനെ തല്ലുന്നതല്ല തല്ലിയത് ഞാൻ മറന്നിട്ടില്ല. അതിലുപരി ഓടി ഒളിക്കുന്നതും ഞാൻ മറന്നിട്ടില്ല. അതിനപ്പുറം നിനക്ക് എന്തറിയാം? പെട്ടെന്ന് അവൻ ഉത്തരം പറയാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് എത്തി. നമ്മൾ രണ്ടുപേരും ഹാഫ് ബ്രദേഴ്സുമാണ്. പിന്നെ ആ 2 വർഷത്തിന് മുമ്പുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റും. അതല്ലാതെ നിനക്കെന്നെപ്പറ്റി എന്തറിയാം? എന്നിട്ട് നമ്മുടെ ജിയോങ് അവൻ്റെ മുമ്പിലേക്ക് നടന്നു വന്നു. എനിക്കെന്താണ് ഇഷ്ടമുള്ളത്, എനിക്കെന്താണ് ഇഷ്ടമല്ലാത്തത്, ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാവോ? അതിലുപരി മാനർ മാസ്റ്ററിൻ്റെ ആ ഒരു സീക്രട്ടുള്ള ലേബിൾ എങ്ങനെയാണ് എൻ്റെ കയ്യിലേക്ക് എത്തിയത്? ആൻഡ് എനിക്ക് എന്തുകൊണ്ടാണ് മാനർ മാസ്റ്റർ ആകണ്ടെന്ന് പറഞ്ഞത്, എന്തെങ്കിലും നിനക്കറിയാവോ? ആ സമയത്ത് അവന് ഉത്തരമില്ലായിരുന്നു. എങ്കിൽ നിനക്ക് എന്നെപ്പറ്റി എന്തറിയാം? നീയും നിന്റെ ബാക്കിയുള്ള നാറുകളും കൂടെ എൻ്റെ ലൈഫ് ഇൻഫീരിയർ ആക്കിയതല്ലേ? അതിലുപരി എന്നിൽ നിന്നൊരു ഡിസ്റ്റൻസും കീപ്പ് ചെയ്തു. അതല്ലാതെ നിനക്ക് എന്നെപ്പറ്റി എന്തറിയാം? ഞാൻ നിന്നോട് ചോദിക്കുവാണ്, നിനക്ക് എന്നെപ്പറ്റി എന്തറിയാം? നീയൊന്നും ഒരിക്കലും എന്നെ അക്നോളജ് ചെയ്തിട്ടില്ലല്ലോ. അതിലുപരി നിനക്ക് എന്നെക്കെട്ടി നല്ല ആൾക്കാർ ഇവിടെ തന്നെ കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് നീ എൻ്റെ അടുത്തേക്ക്? സിമ്പിളാണ് കാര്യം, നീയാണ് ഏറ്റവും ബെസ്റ്റ്. അതവനെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി. എന്ത്? എനിക്കിത് വിശ്വസിക്കാൻ. ഞാൻ ഇതിനു മുമ്പ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കുറ്റപ്പെടുത്തലുകൾ ഏറ്റി മേടിച്ചിട്ടേ ഉള്ളൂ. എനിക്കൊരു പ്രോപ്പറായുള്ള ഒറിജിനില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് മാത്രം. ഞാൻ അതുകൊണ്ടാണ് ട്രെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ട്രെയിൻ ചെയ്തതിന് ശേഷം ആരെങ്കിലും എന്നെ അക്നോളജ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിപ്പോൾ ഇവൻ തന്നെ. ഞാൻ ഒട്ടും വിചാരിക്കാത്ത ഒരാൾ തന്നെ. എനിക്കറിയാം. എങ്കിലും ഞാനിത് കേൾക്കാൻ വേണ്ടി. എനിക്കറിയാം കഴിഞ്ഞ 2 വർഷത്തെ വെച്ച് നോക്കാൻ നേരത്ത് ഇവൻ ശരിക്കും എന്നെ. അല്ല, ഇവൻ ശരിക്കും മാറിയോ? അപ്പോൾ ഇനി ഞാനാണോ മാറേണ്ടത്? ഹാ, എങ്കിൽ ശരി. നിനക്ക് എന്താണ് പറയാനുള്ളത്? നിന്റെ നെഗോഷിയേഷൻ ഞാൻ കേട്ടോളാം. അതെന്തായാലും നന്നായി. അങ്ങനെ പിന്നെ കാണിക്കുന്ന ആ ഒരു സ്ഥലമാണ്. അവർ രണ്ടുപേരും അവിടേക്ക് നടക്കുകയാണ്. ഇത് ശരിക്കും അമേസിംഗ് ആണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ഇത്ര നിസ്സാരമായി തന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എങ്കിലും ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇമ്പോസിബിൾ ഉള്ള കാര്യമല്ലേ നിസ്സാരമായി അവൻ ചെയ്തു തീർത്തത്. മോക്ക് ജിയോന് പോയിനെ കംപ്ലീറ്റ്ലി പെട്ടെന്ന് പോയി ഈ ഒരു ബേസിക്സ് പഠിപ്പിച്ചു തരാൻ പറയാനൊന്നും പറ്റത്തില്ല. കാര്യം അതവരെ റിയൽ ഐഡൻറ്റിറ്റിനെ ബാധിക്കും. അതുകൊണ്ട് എനിക്ക് 3 റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. അവൻ 3 അവൻ്റെ വിഷസുകളെ തിരിച്ചു. ആദ്യത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം.
നീ മാനർ മാസ്റ്റർ ആയതിനു ശേഷം നീ എന്നെ വെറുതെ വിടണം. രണ്ടാമത്തത് നീ എന്നെ സപ്പോർട്ട് ചെയ്യണം, അത് ഫിനാൻഷ്യലി തന്നെ. നിനക്ക് ഈ 2 കാര്യങ്ങൾ വാക്ക് തരാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും നീ എന്നെ ഉപദ്രവിക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ തിരിച്ച് ഒന്നും തന്നെ ചെയ്യത്തില്ല. അല്ല, അപ്പോൾ പിന്നെ നിന്റെ മൂന്നാമത്തെ കണ്ടീഷൻ? അതാണ് ഏറ്റവും അവസാനത്തത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിലുപരി ജിയോങ്ങട്ടെ അഭിനയിക്കുകയായിരുന്നു. ആദ്യത്തെ 2 അവന് ഏറ്റവും വേണ്ടപ്പെട്ടത്, ബാക്കിയുള്ളത് അവന് വേണ്ടാത്ത രീതിയിൽ. മൂന്നാമത് നീ ഇവിടുത്തെ മോങ്സോട്ട് മാനറിലെ ബേസിക് മാർഷൽ ആർട്സ് എന്നെ പഠിപ്പിച്ചു തരണം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അതേം എങ്ങാനും ഇവിടെ റിവീൽ ചെയ്താലെന്നോർത്ത്. പക്ഷേ മോക്ക് യൂച്ചൻ അവന് ഒരു ഡൗട്ട് പോലും തോന്നിയില്ല. എന്ത്, നീയെല്ലാം മറന്നു പോയോ? അവൻ ചെയ്ത പ്ലാനുകൾ വ്യക്തമായി തന്നെ നടന്നു. മാർഷൽ ആർട്സ് എല്ലാം തന്നെ ഒരു തരത്തിലെ പ്രശ്നങ്ങളും ഇല്ലാതെ അവന് പറഞ്ഞു കൊടുത്തു. അതിലുപരി അവനെപ്പോലൊരു ജീനിയസ് വരെ നമ്മുടെ ജിയോങ് കാണിച്ചു തരുന്ന ആ ഒരു സീക്രട്ട് മാനുവലിന്റെ ആ ഒരു പുസ്തകം പഠിക്കാനായിട്ട് 2 മണിക്കൂറിൽ കൂടുതലെടുത്തു. പക്ഷേ അതേസമയം ജിയോങ് അവനത് പഠിക്കാനെടുത്തത് വെറും നിസ്സാരമായ ഒരൊറ്റ നോട്ടമാണ്. ഈ ഭൂമിയിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് ഉള്ള ഒരു പേഴ്സൺ ഇവന്റെ കൂടെ കൂടിയത് എന്തായാലും നന്നായി. യങ് മാസ്റ്റർ, അത് ശരിക്കും നന്നായി. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആണ്. താങ്കളുടെ പ്ലാൻ ഇത്ര നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ താങ്കൾ ആ സീക്രട്ട് മാനുവൽ കൊടുത്തത് അത് കുറച്ച് അല്ലെങ്കിലും ആര് നോക്കുന്നു? ഒന്നുമില്ലെങ്കിലും ഞാൻ എന്നെ പ്രോപ്പറായിട്ടൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. താങ്കളിപ്പോൾ എന്താണ് ഈ പറഞ്ഞത്? ഞാൻ സത്യം പറഞ്ഞത് എൻ്റെ മനസ്സിൽ വെക്കണമെന്ന് വിചാരിച്ചാണ്. എങ്കിലും നിന്നോട് പറഞ്ഞേക്കാം, ഞാൻ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു. അവനെ ചെറുതായിട്ട് തിരുത്തിയാണ് ഞാൻ പഠിപ്പിച്ചത്. 14 ഫോംസിന് പകരം 13 മാറ്റി. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു, അവനെങ്ങാനും കണ്ടുപിടിച്ചാലോ എന്ന് ആലോചിച്ച്. പക്ഷേ അവനൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. എനിക്കറിയാമായിരുന്നു ഇവൻ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന്. യങ് മാസ്റ്റർ, പക്ഷേ ഒരു റോങ്ങുള്ള മാനുവൽ കൊടുക്കുന്നത്, അത് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ ഈ മാർഷൽ ആർട്സ് ചെയ്യുന്ന നല്ല കേപ്പബിലിറ്റി തന്നെ നഷ്ടപ്പെടും. അതിലുപരി ചിലപ്പോൾ മരണം വരെ. ഇവൻ ശരിക്കും അല്ല. അതിനിപ്പോ എനിക്കെന്താ പ്രശ്നം? ഇവനൊരു ഡെവിൽ തന്നെയാണ്. ആ സമയത്ത് ഗോച്ചാനെ ഒന്നും തന്നെ പറയാൻ ഇല്ലായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഫീനിക്സ് പാവിലിയനാണ്. നമ്മുടെ മന്ത്രവാദിയായിട്ടുള്ള റിഫ്ലക്ഷൻ അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവിടേക്ക് ഒരാൾ നടന്നു വന്നത്. റിഫ്ലക്ഷൻ, ന്യൂമൂന്റെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചില്ലല്ലോ. അതായിരുന്നു ഫീനിക്സ് പാവിലിയൻ മാസ്റ്റർ. അതിലുപരി കേട്ടത് വെച്ച് അവൾ ലേഡി സിക്കിനെ ബിട്രേ ചെയ്തു ആൻഡ് എക്സ്പോസും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ സിയോക് ബിട്രേച്ചുള്ള റിലേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു നാണക്കേട് അത് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ റിഫ്ലക്ഷൻ, നീ ന്യൂമൂനെ തേടിക്കണ്ടത്, എന്നിട്ട് സത്യം എന്താന്ന് പുറത്തു കൊണ്ടുവരണം. ആ സമയത്ത് പിന്നെ കാണുന്നത് ചുമന്ന് തിളങ്ങുന്ന അവൻ്റെ കണ്ണുകളാണ്. തീർച്ചയായിട്ടും സാർ, ഞാനത് ചെയ്തിരിക്കും. അതേസമയം അവൻ്റെ പുറകെ മാസീവുള്ള ഒരു ഡീമനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ഗൈസ്, നാളത്തെ എപ്പിസോഡ് നാളെ തന്നെ വരും, അതിലൊരു മാറ്റമില്ല. സോ അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.